പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിൻ്റെ കൃപയ്ക്ക് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വചനം പാലിക്കാതെ ജീവിച്ചാൽ അതിൽ യാതൊരു മഹത്വവുമില്ല. നമ്മൾ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ സത്യാത്മാവ് നമ്മളിൽ വന്ന് വസിക്കുകയും ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയും ആനന്ദം അനുഭവിക്കുകയും യഥാർത്ഥ ക്രിസ്തീയ ആനന്ദം നമ്മൾ അനുഭവിക്കുകയും ഈ ലോകത്തിന് തരാൻ പറ്റാത്ത വിധത്തിലുള്ള യഥാർത്ഥ സന്തോഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യും. ഇത് കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ്. അവളൊരു യഥാർത്ഥ പരിശുദ്ധരൂപി അനുഭവിച്ചിട്ടില്ലാത്ത ക്രിസ്തു അനുയായികൾ അവർ യഥാർത്ഥ ക്രിസ്തു അനുയായികളല്ല. അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചിട്ടില്ല. അവർ ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചിട്ടില്ല. അവർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ള മനുഷ്യരും ഒക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ക്രിസ്തുവിനെ അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരോടായിരിക്കാം ഒരുപക്ഷെ ക്രിസ്തു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അപ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനെയായി ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ക്രിസ്തുവിൻ്റെ വചനം തീഷ്ണതയോടെ പഠിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുന്നവനുമാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഈ ലോകത്തിൻ്റെ പുറകെ പോയാൽ കഷ്ടപ്പാടുകളാണ്. നൈമിഷിക സുഖങ്ങൾ നമുക്ക് ലഭിക്കുമെങ്കിലും ദ ലോങ് റൺ നമ്മൾ ദുരിതം അനുഭവിക്കും. അതേസമയം ക്രിസ്തുവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ
നമ്മൾ ഈ ക്രിസ്തു നമുക്ക് പ്രോമിസ് ചെയ്ത ഈ പരിശുദ്ധാത്മാവ്, ഓൾറെഡി പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് കൂടുതൽ നമ്മളിൽ ശക്തി പ്രാപിക്കുകയും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാവുകയും യഥാർത്ഥ സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. ഇതാണ് ക്രിസ്തു പറഞ്ഞ നിധിയുടെ ഉപമ. ഈ നിധി കണ്ടെത്തുന്നവൻ പിന്നെ അവന് സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ട. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ക്രിസ്തുവിലേക്ക് തിരിയാം. ക്രിസ്തുവിനെ നമുക്ക് നെഞ്ചിലേറ്റാം, സ്നേഹിക്കാം. ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ വിട്ട് ഒന്നും നമ്മൾക്ക് ചെയ്യാതിരിക്കാം. അപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ഫലപ്രദവും സന്തോഷപ്രദവും ആയി മാറും. ഞെരുക്കങ്ങളുണ്ടാകും, പക്ഷേ ആ ഞെരുക്കങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ലഭിക്കും. ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തട്ടെ. പ്രകാരം ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.